കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ആൻജിയോപ്ലാസ്റ്റി ഈ വാക്ക് എല്ലാ പ്രേക്ഷകരും പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആൻജിയോപ്ലാസ്റ്റി, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വിനുവാണ്. സർ, വെൽക്കം സർ. വെൽക്കം. ഡോക്ടർ, ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചല്ലോ, അതായത് ആൻജിയോപ്ലാസ്റ്റി, ഇത് സാധാരണ ലേമയം പോലും പറയുന്ന സാധാരണക്കാരെല്ലാം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആൻജിയോപ്ലാസ്റ്റി. നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു ഡോക്ടർ വിശദീകരിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആൻജിയോപ്ലാസ്റ്റി എന്താണ്? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മൾ പൊതുവേ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുള്ളത് ഹാർട്ടിൻ്റെ ചികിത്സയ്ക്ക് മാത്രമാണ്. പക്ഷേ ഹാർട്ടിൻ്റെ അല്ലാത്ത അവയവങ്ങളുടെ രക്തക്കുഴലിനും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് കാലിലെ രക്തക്കുഴലിനെ ബ്ലോക്ക് നീക്കുകയാണെങ്കിലും ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്. നേരെ മറിച്ച് തലയിലാണെങ്കിലും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളൊരു ടേം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ആൻജിയോ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അതിനെ വികസിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ആ ടേമിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. തുടക്കത്തിലൊക്കെ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്ലോക്ക് നിവർത്തിയെടുക്കുക, അതായത് ബ്ലോക്ക് മാറ്റുക എന്നുള്ള പ്രക്രിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീടാണ് സ്റ്റെൻറ്റ് വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നിച്ച് മിക്ക കേസുകളിലും സ്റ്റെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പ്ലസ് സ്റ്റെൻറ്റിങ് എന്നുള്ള രീതിയിലേക്ക് പ്രൊസീജിയറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ അപ്ഡേഷൻ അനുസരിച്ച് മാറി. ഇത് ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കാണ് ആൻജിയോപ്ലാസ്റ്റി. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഈ പ്രൊസീജിയർ എങ്ങനെയാണ്? പ്രൊസീജിയർ നമ്മൾ സാധാരണഗതിയിൽ ജനറൽ അനസ്തീഷ്യ ഉപയോഗിക്കാറില്ല. അതായത് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലിലോട്ട് പോയിട്ട് അവിടെ ഒരു എത്താനായിട്ട് നമുക്ക് ഒരു മാർഗം വേണം. അത് നമ്മൾ ഒന്നിക്കൽ കയ്യിലേക്ക് കൂടി ചെയ്യും, അല്ലെങ്കിൽ കാലിലേക്ക് കൂടി ചെയ്യും. അപ്പോൾ കാലിലേക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ഫിമറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. കാരണം ഫിമറൽ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴൽ കൂടിയാണ് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് കയ്യിലാണെങ്കിൽ റേഡിയോ ആൻജിയോപ്ലാസ്റ്റി എന്നും പറയും. അപ്പോൾ ഈ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ഫിമറലാണെങ്കിലും നമുക്കൊരു ട്യൂബ് വഴിക്ക് മാത്രമാണ് നമുക്ക് രക്തക്കുഴലിന് സമീപത്തായിട്ട് എത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്കുള്ള രക്തക്കുഴൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ആൻജിയോഗ്രാം ചെയ്തിട്ട് ഫസ്റ്റ് ആൻജിയോഗ്രാം ചെയ്യും. ആൻജിയോഗ്രാമിൽ ബ്ലോക്കുള്ള രക്തക്കുഴൽ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും. ട്രീറ്റ്മെൻറ്റിൽ ആൻജിയോപ്ലാസ്റ്റിയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യുന്ന സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം ഈ ബ്ലോക്കിൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ അതിന് നമ്മൾ ഈ ട്യൂബിൽ കൂടി ഒരു വയർ പാസ് ചെയ്യുന്നു. വയർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ക്രോസ് ചെയ്യണം, ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. വയർ അവിടെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വയറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ലൈഫ് ലൈൻ എന്ന് പറയും. ഈ വയറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഹാർഡ്വെയർസും കൊണ്ടുപോകുന്നത് ഈ വയറിൽ കൂടിയാണ്. അപ്പോൾ വയർ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല. ചില കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളിൽ ചിലപ്പോൾ വയർ ക്രോസ് ചെയ്യാത്ത ലീഷൻ ഉണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വയർ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഈ അടഞ്ഞെടുക്കുന്ന രക്തക്കുഴൽ തുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 70, 80, 90% ബ്ലോക്ക് ഉണ്ടെങ്കിൽ വളരെ ചെറിയ ദ്വാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ബലൂൺ, ആ ചെറിയ ദ്വാരത്തിൽ കൂടി പോകുന്ന ബലൂൺ അവിടെ കൊണ്ടെത്തിച്ച് അതിനെ വികസിപ്പിക്കുന്നു. അപ്പോൾ വികസിപ്പിക്കുമ്പോൾ നമ്മൾ ആ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞിട്ടാണല്ലോ ബ്ലോക്ക് ഉണ്ടാകുന്നത്. കൊഴുപ്പ് രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ നിന്ന് ഉള്ളിലോട്ട് വളരുന്നു. അപ്പോൾ അങ്ങനെ ഈ രക്തക്കുഴലിൻ്റെ വ്യാസം കുറയുന്നു. അപ്പോൾ ആ കൊഴുപ്പ് നമ്മൾ ഈ ബലൂൺ വെച്ചിട്ട് ബലൂൺ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അമർന്ന് രക്തക്കുഴലിൻ്റെ ഭിത്തിയോട് ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് നമ്മൾ തുറക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ അത്രയും പ്രൊസീജിയറിന് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റെൻറ്റുകളൊന്നും കണ്ടുപിടിക്കാത്തൊരു കാലത്ത് നമ്മൾ ഇത്രയും പ്രൊസീജിയർ മാത്രമേ ചെയ്യുള്ളൂ, തിരിച്ചു വരും. പക്ഷേ അതിൻ്റെ പ്രോബ്ലം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും അടഞ്ഞു പോകും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ടേബിൾ തന്നെ ചിലപ്പോൾ അടഞ്ഞു പോകും. കാരണം എല്ലാ രക്തക്കുഴലിനും ചുരുങ്ങാനും വികസിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം പൊതുവേ ചുരുങ്ങാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ അന്നേരം തന്നെ ചുരുങ്ങി അതങ്ങോട്ട് അടഞ്ഞു പോകും. അപ്പോൾ അത് ഈ സ്റ്റെൻറ്റ് വന്നതോടുകൂടി നമുക്ക് ആ ഒരു പ്രോബ്ലം ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് വികസിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതും ഈ വയറിലെ കൂടി തന്നെ നമ്മൾ ആദ്യം കൊണ്ടേ ബലൂൺ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റ്, അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻസ് ആണ്. ആ സ്റ്റെൻറ്റ് വളരെ ചെറുതാണ്, മേ ബി ഒരു 0.5 മില്ലിമീറ്റർ 1 മില്ലിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇതിലേ കൂടി ഈ വയറിൻ്റെ മുകളിൽ കൂടി അവിടെ എത്തിച്ച് ഈ സ്റ്റെൻറ്റിൻ്റെ ഉൾവശത്ത് ഒരു ബലൂൺ ഉണ്ട്. അപ്പോൾ സ്റ്റെൻറ്റ് കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ബലൂൺ വികസിപ്പിച്ച്, അപ്പോൾ അതിന് പുറത്തൊരു കണക്ടർ ഉണ്ടാവും. ഈ കണക്ടറിൽ ഒരു പമ്പിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ ഹാൻഡ് പമ്പാണത്. അപ്പോൾ അതിൽ നമ്മൾ ഈ കോൺട്രാസ്റ്റ് എന്ന് പറയും, അത് ഉപയോഗിച്ച് കഴിഞ്ഞ് പ്രഷർ കുറച്ചുകൂടി കൂട്ടി കൊണ്ടുവരും. അപ്പോൾ ഡിസൈഡ് പ്രഷർ എത്തിക്കഴിഞ്ഞാൽ സ്റ്റെൻറ്റ് വികസിക്കും.
എന്നിട്ട് നമ്മൾ ബലൂൺ അതിൻ്റെ ബാക്കിയുള്ള ഹാർഡ്വെയർസ് തിരിച്ചെടുക്കും. പിന്നെ വീണ്ടും നമ്മൾ അവിടത്തേക്ക് ഇതിനെ ഒന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹൈ പ്രഷർ ബലൂൺ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് സൈസ് കറക്റ്റായി കൊണ്ടുവരും. ശരി, പ്രഷർ കൊടുക്കാൻ ഡിപ്പെൻസ് അപ്പോൺ ആ ഓരോ പൊസിഷനും പിന്നെ ആ ബ്ലോക്കും അതോടൊപ്പം അതെ രക്തക്കുഴലിൻ്റെ ഘടന, അതുപോലെ തന്നെ ഓരോ സ്റ്റെൻറ്റിനും ഇൻഫ്ലേഷൻ പ്രഷർ ഉണ്ടാവും. കമ്പനി അവർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ അവരുടെ ലേബലിലുണ്ടാവും. അപ്പോൾ എല്ലാ കമ്പനീസ് തന്നെ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒപ്റ്റിമം പ്രഷറിലാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുക. ചിലപ്പോൾ ഹൈ പ്രഷറിൽ ചെയ്യേണ്ടതായിട്ടും വരും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി പോസ്റ്റ് ഡാറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബലൂൺ എടുത്തിട്ട് ഒന്നും കൂടി അതിനെ ഒപ്റ്റിമൈസ് ചെയ്യും. അതാണ് ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. പക്ഷെ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞത് പ്രൊസീജിയർ. ഓക്കെ, ഇത് ആർക്കൊക്കെയാണ് സാധാരണ ഈ ആൻജിയോപ്ലാസ്റ്റി, അല്ല ആരൊക്കെയാണ് വിധേയമാക്കേണ്ടത് ആൻജിയോപ്ലാസ്റ്റിക്ക്? ആൻജിയോപ്ലാസ്റ്റി നമ്മളിപ്പം സാധാരണതയിൽ ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻജിയോഗ്രാം ചെയ്യുന്ന ഇൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് പല രീതിയിലാണ് വരും. ഒന്നുകിൽ ഒ പിയിൽ വന്നിട്ട് ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ട്രെഡ്മില്ലും ഒക്കെ ചെയ്തിട്ട് ബ്ലോക്കിന് സാധ്യതയുണ്ട്. അത് അവരെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ ഉണ്ടോ, സ്മോക്കിംഗ് ഉണ്ടോ, മറ്റുള്ള BP ഉണ്ടോ ഒക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു കാറ്റഗറി. സർ, സാധാരണ കോമൺ ആളുകൾക്ക് കേൾക്കുന്നുണ്ട്, അവർക്കും കൂടി മനസ്സിലാവാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ട്രെഡ്മില്ല് TMT ചെയ്യുന്ന സമയത്തും അങ്ങനെയല്ലാതെ സാധാരണ ഒരു കോമൺ വാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറുന്ന ഈ സമയത്തൊക്കെ ചില ഡിസ്കംഫർട്ട് നമ്മുടെ ബ്രീത്തിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻ്റ് എന്ത് ചെയ്യണം? അത് ഇതിൻ്റെ ഒരു സൂചനയാണോ ഇപ്പോൾ ഈ പറയുന്ന? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ഹാർട്ട് എപ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോഴാണ് ഈ ഹാർട്ടിൻ്റെ സിംറ്റംസ് പുറത്തേക്ക് വരും. അതായത് നമ്മളിപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ സ്പീഡിൽ നടക്കുകയാണ്, സ്റ്റെപ്സ് കയറുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 4 സ്റ്റെപ്പ് കയറിയിട്ടാണ് 4 ഫ്ലോർ കയറിയിട്ടാണ് ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് ഒരു 2-3 ഫ്ലോർ കയറുമ്പോൾ തന്നെ അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ അത് ഹാർട്ടിൻ്റെ ആണ് നമ്മൾ സംശയിക്കണം. സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യാന്നുള്ളതാണ് ഒരു കാറ്റഗറി പേഷ്യൻസ്. മറ്റേ കാറ്റഗറി നമ്മൾ അറ്റാക്കായിട്ട് വരുന്ന പേഷ്യൻസ്, അതായത് പെട്ടെന്ന് നമ്മൾ ഒരു ചെസ്റ്റ് പെയിൻ വന്നു, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് പ്രോബ്ലം വന്നു, നമ്മൾ നേരെ എമർജൻസിയിൽ വരുന്നു, ECG എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആൻജിയോഗ്രാം, എമർജൻസി ആൻജിയോഗ്രാം വരും. 2 കാറ്റഗറി പേഷ്യൻസാണ് നമുക്ക് യൂഷ്വലി കിട്ടുക. ഇതിപ്പോൾ അതായത് നമുക്ക് ഈ പ്രഷറും ഷുഗറൊക്കെ നോക്കുന്നത് പോലെ ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം വാലിഡ് ആണെന്ന് അറിയില്ല, എന്നാലും പിന്നെ അങ്ങനെ എനിക്കൊരു മറ്റ് ഇഷ്യൂസ് ഒന്നും ആൻജിയോഗ്രാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? വല്ല വിത്തൗട്ട് നോ അതർ സിംറ്റംസ്. ഓക്കെ, എനിക്കൊരു ആൻജിയോഗ്രാം ചെയ്യണം, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ വെദർ ഇറ്റ് ഈസ് ഓക്കെ ഓർ നോട്ട്, നമുക്കത് കാണണം, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടോ? നമ്മളിപ്പം ഹാർട്ടിൻ്റെ ചികിത്സയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രൊസീജിയറിന് റിസ്ക്കും ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് റിസ്ക് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഇൻഡിക്കേറ്റഡ് കേസുകളിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് അല്ല കോമൺ ആയിട്ട് ചെയ്യുന്നത്. അവർ അതിൽ നിന്ന് മാറി CT ആൻജിയോ എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തി അവർ CT ആൻജിയോ ആണ് ചെയ്യുന്നത്. അത് CT സ്കാൻ എടുക്കാം. CT ആൻജിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ CT സ്കാൻ എടുക്കുക. CT ആൻജിയോഗ്രാം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മേ ബി ഒരു 60% 70% ബ്ലോക്കുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നേരെ ആൻജിയോഗ്രാമിന് പോയിട്ട് അത് കൺഫേം ചെയ്യാം. കൺഫർമേറ്ററി ആയിട്ടുള്ളത് സാധാരണ കൺവെൻഷണൽ ആൻജിയോഗ്രാമാണ്, നമ്മൾ തിയേറ്ററിൽ കൊണ്ട് ചെയ്യുന്നതാണ്. CT നമുക്ക് റേഡിയോളജി പോയിട്ട് CT എടുക്കാൻ പറ്റും. CT ആൻജിയോ ചെയ്യുന്ന സമയത്ത് വിത്ത് കോൺട്രാസ്റ്റ് അതെങ്ങനെയാണ് കോമൺ ആണ്? അതും നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന ഏകദേശം അതേ പ്രൊസീജിയറാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഹാർട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ട്യൂബ് വെച്ചിട്ട് ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ നമ്മൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ഏത് CTയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കയ്യിലൊരു ചെറിയ സൂചി വെച്ചിട്ട് ആ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. സാധാരണ നമ്മൾ IV കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ കയ്യിലേക്ക് കൂടി നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ മരുന്ന് ഹാർട്ടിൻ്റെ അടുത്തേക്ക് എത്തും, സർക്കുലേഷനിൽ എത്തുമല്ലോ. മെഡിസിൻ തന്നെയാണ്, സെയിം മെഡിസിൻ ആണ്, പക്ഷേ ഡിഫറൻസ് നമ്മൾ ഹാർട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ റിസ്ക് കുറവാണ്. മനസ്സിലായില്ലേ? ഒരു 1% റിസ്ക് ആൻജിയോഗ്രാമിനുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു പ്രൊസീജിയർ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര ബെനിഫിറ്റ് ഉണ്ട് നോക്കിയിട്ടാണ് റിസ്ക് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്റഡ് കേസുകളിൽ മാത്രമേ നമുക്ക് അത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളൂ. എല്ലാ കേസും നമ്മൾ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് CT ചെയ്യാം. കാരണം TMT ചെയ്യുമ്പോൾ നമുക്ക് ചില കേസുകളൊക്കെ നമുക്ക് മിസ്സാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ TMTക്ക് ഫോൾസ് നെഗറ്റിവിറ്റി എന്നൊരു സംഭവം. അതായത് അസുഖമുള്ള ആൾക്കാർക്ക് TMT ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാം.
മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും CT ആൻജിയോ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം CT ആൻജിയോയുടെ റേറ്റും സാധാരണ ആൻജിയോഗ്രാമിൻ്റെ റേറ്റൊക്കെ ഏകദേശം ഒന്നാണ്. നേരെ മറിച്ച് ട്രെഡ്മിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഡോക്ടറെ കാണിച്ചിട്ട് വേണം ട്രെഡ്മിൽ ചെയ്യാൻ. സർ, ട്രെഡ്മിൽ പ്രൊസീജിയർ അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ അത് സ്പീഡാണോ അല്ല ടൈം ഡ്യൂറേഷൻ ആണോ, അതെങ്ങനെയാണ് ഇപ്പോൾ അസസ് ചെയ്യുന്നത്? അതെ, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൾക്കാർക്ക് കുറച്ചും കൂടി വ്യക്തത വരും. നമ്മൾ പല ഘടകങ്ങളും ട്രെഡ്മിലിൽ മനസ്സിലാവും. അതായത് ഒന്ന്, നമുക്ക് എക്സസൈസ് കപ്പാസിറ്റി, നമ്മളുടെ എക്സസൈസ് കപ്പാസിറ്റി സാധാരണ രീതിയിലുണ്ടോ കുറവാണോ എന്നുള്ളത് നമുക്ക് ട്രെഡ്മിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ BP-യുടെ വ്യത്യാസങ്ങൾ, പെട്ടെന്നൊരു BP കൂടുക അല്ലെങ്കിൽ അണ്ടിയുമായിട്ട് BP കുറയാം. പിന്നെ ഓരോരുത്തർക്കും റിക്വേർഡ് ഹാർട്ട് റേറ്റ്, ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയും. അതായത് 220 മൈനസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏജ് 220 മൈനസ് ഏജ് ആണ് ഒരു റിക്വേർഡ് ഹാർട്ട് റേറ്റ്. അതായത് നിങ്ങളുടെ ഏജ് ഒരു 40 ആണെങ്കിൽ 220 മൈനസ് 40 എന്ന് പറയുമ്പോൾ 180 ബീറ്റ്സ് നമുക്ക് എത്തണം. അതിൽ കൂടുതലെത്താം, കുഴപ്പമില്ല, പക്ഷെ അതെങ്കിലും എത്തണം. അപ്പോൾ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് നമ്മൾ ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കും. പേഷ്യൻ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ചെസ്റ്റ് പെയിൻ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അല്ല, സ്പീഡ് മാത്രമല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾ TMTക്ക് അയക്കുന്നതും ഒരു 65-70 വയസ്സുള്ള അയക്കുന്നതും ഒരേ സ്പീഡിലായിരിക്കില്ല. കാരണം അപ്പോൾ അവർക്കൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സ്പീഡ് കുറച്ചിട്ട് കുറച്ചും കൂടി ദൈർഘ്യം കൂട്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളിലേക്ക് പോകും. സാർ, ഇത് സ്പീഡ് കുറച്ചിട്ട് ചെയ്യുന്ന ആ പ്രോട്ടോക്കോളും സ്പീഡ് കൂട്ടി ചെയ്യുന്ന പ്രോട്ടോക്കോളും ഇതിലൊക്കെ ഉള്ള ഈ പറയുന്ന ഈ കാണുന്ന മോണിറ്റർ ചെയ്യുന്ന സമയത്തുള്ള ഫാക്ടേഴ്സ് ഇല്ലേ, അതെല്ലാം ആക്യുറസി അല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്ന സെയിം ആയിരിക്കും? സെയിം അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മളിപ്പം ചെയ്യുന്ന സമയത്ത് അതെ, അത് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കിപ്പോൾ ഒന്ന് റിക്വേർഡ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഏജ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ല? അതൊന്ന്. പിന്നെ നമ്മൾ മെയിനായിട്ട് അസസ് ചെയ്യുന്നത് ECG വേരിയേഷൻസും അതുപോലെ ആൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഞാൻ TMTക്ക് പോവാം. അപ്പോൾ TMT ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സെയിം പെയിൻ തന്നെ വന്നുവെങ്കിൽ അതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടെസ്റ്റിന് നെഗറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിലും ടെസ്റ്റ് TMT ചിലപ്പോൾ ECGയിലൊന്നും കാണില്ല, പക്ഷേ എനിക്ക് സെയിം പ്രോബ്ലം വരുന്നുണ്ട്, അതിന് സിഗ്നിഫിക്കൻസ് നമ്മൾ കൊടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ECG എടുത്തു. അപ്പോൾ ECG നോർമലാണെന്ന് പറയുന്നുണ്ട്, അസുഖം ഇല്ല എന്നല്ല. അപ്പോൾ ആ ഒരു പോയിന്റാണ്, അത് ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ നമ്മൾ എക്കോ ചെയ്തു, TMT ചെയ്തു, ECGയിൽ വേരിയേഷൻ ഇല്ല, TMTയിൽ വേരിയേഷൻ ഇല്ല, അല്ലെങ്കിൽ എക്കോയിലൊന്നും കാണുന്നില്ല, നമുക്ക് ബ്ലോക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഡൗട്ട്ഫുൾ കേസുകൾ റിസ്ക് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നോക്കുക. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, പിന്നെ സ്മോക്കിംഗ് ഉള്ള ഒരാൾ, ഹൈപ്പർ ടെൻഷൻ, ഫാമിലി ഹിസ്റ്ററി, ഇങ്ങനെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയുണ്ട്, ഇയാൾക്ക് പ്രോബ്ലം ഉണ്ട് എങ്കിൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ പോസിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ TMT വെച്ച് അസസ് ചെയ്തിട്ട് ആൻജിയോഗ്രാമിൽ അയക്കുക. അപ്പോൾ TMT നോർമൽ ആയതുകൊണ്ട് ഇത്രയും റിസ്ക് ഉണ്ടായിട്ടും ഇയാൾക്ക് അസുഖം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു നടക്കുമ്പോൾ കിതപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ TMT കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അസുഖമില്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെയുള്ളവർക്കാണ് CT ആൻജിയോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യും. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിൽക്കേണ്ടി വരും? ആൻജിയോപ്ലാസ്റ്റി ഞാൻ പറഞ്ഞത് നമുക്ക് 2 കാറ്റഗറി പേഷ്യൻസ് ഉണ്ടാവും. ഒന്ന് നമ്മൾ എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ OPയിൽ വന്ന് സ്ക്രീൻ ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് അവർക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ക്രിട്ടിക്കൽ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ 1-2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യും. നേരെ മറിച്ച് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർ യൂഷ്വലി നമ്മൾ 4-5 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ്, ഹാർട്ട് അറ്റാക്കിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ പമ്പിങ് കുറയാന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ വീക്കായി, ശ്വാസം മുട്ടലൊക്കെ ആയി, അങ്ങനെയുള്ള പേഷ്യൻസ് ഒന്ന് സ്റ്റെബിലൈസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് പ്രോബ്ലം വരാം. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് കുറച്ചും കൂടി പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സ്റ്റേ, ഇപ്പോൾ ചിലപ്പം പേഷ്യൻറ്റ് വെന്റിലേറ്റർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോളിൽ 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അധികം ആൾക്കാർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയൽഭക്ത ഒരാൾ ആൻജിയോപ്ലാസ്റ്റി ആൾ 2 ദിവസം കഴിഞ്ഞ് പോയി, നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ എന്തുകൊണ്ട് 4 ദിവസം ഇവിടെ കിടക്കുന്നു എന്നുള്ള ഒരു ന്യായമായ ക്വസ്റ്റ്യൻ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ ഹാർട്ടിനെ നമ്മൾ കാണുന്നത് മറ്റുള്ള അവയവങ്ങളെ പോലെയല്ല. ഹാർട്ട് കണ്ടിന്യൂസ്ലി ചുരുങ്ങിയ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് ഫുൾ റെസ്റ്റ് കൊടുക്കണം, എന്നാൽ മാത്രമേ ഹാർട്ടിൻ്റെ റെസ്റ്റ് ആവുന്നുള്ളൂ. നമ്മൾ അനങ്ങി കഴിഞ്ഞാൽ ഹാർട്ട് അതിലും കൂടുതലാണ്. മനസ്സിലായില്ല? അപ്പം നമ്മൾ ആ ഒരു ബെഡ് റെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഹാർട്ടിലെ ട്രീറ്റ്മെൻറ്റിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ സാർ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ പലർക്കും ഡൗട്ട് മാത്രമല്ല പേടി ഉണ്ടാകാറുണ്ട്. കാരണം അതിന് മുന്നേയുള്ള ജീവിതശൈലി അപ്പാടെ മാറിയിട്ട് ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറാൻ പോകുന്നൊക്കെ പറയാറുണ്ട്. ഭക്ഷണകാര്യം ശരി, ജീവിതശൈലി ആയാലും ശരി, ആ പ്രേക്ഷകർക്ക് വേണ്ടി സാറേ നമ്മൾ മെയിനായിട്ട് കാണേണ്ട ഒരു കാര്യം, ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു അസുഖം
ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, ഇപ്പം മോഡേൺ ലൈഫിലെ ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരുന്ന് നിർത്തരുത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. എല്ലാ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടില്ലെങ്കിലും ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. പക്ഷേ അതിൽ ചില വ്യതിയാനങ്ങൾ മരുന്നിൻ്റെ ഡോസിലും എണ്ണത്തിലൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒരു 1 ഇയർ വരെ കുറച്ചധികം മരുന്നുണ്ടാവും. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കും. രണ്ടാമത് പിന്നെ പെട്ടെന്ന് സ്റ്റെൻറ്റ് ബ്ലോക്ക് ആകാതിരിക്കേണ്ട ആസ്പിരിൻ ഗുളികകൾ, ക്ലോപ്പിഡോഗ്രാൻ ഗുളികകൾ പോലുള്ള ഗുളികകളുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1 ഇയർ വരെ നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡോസ് കുറക്കും. അപ്പോൾ ഇത് ഏറ്റവും മിനിമമാണ്. അതായത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ല, അതായത് പിന്നെ അറ്റാക്ക് അല്ല എങ്കിൽ മാത്രം നമുക്ക് ഈ മിനിമം മെഡിസിൻ ഒതുങ്ങാൻ പറ്റും. നേരെ മറിച്ച് ഷുഗർ ഉണ്ട്, അതിന് മരുന്ന് വേറെ ഉണ്ടാവും, BP-ക്ക് വേറെ മരുന്നുണ്ടാവും, പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അസുഖത്തിൻ്റെ ഗ്രാവിറ്റി കൂടുന്തോറും മരുന്നിൻ്റെ തോത് കൂടും, എണ്ണം കൂടും. അതെ, എണ്ണം കൂടും. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ പമ്പിങ് എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ബെറ്ററായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സംശയം പലർക്കും ഉണ്ടാകുന്നത്, എൻ്റെ കൊളസ്ട്രോൾ നോർമലാണ്, എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടും മരുന്ന് തരുന്നു, നോർമൽ കൊളസ്ട്രോൾ പക്ഷേ ഹൈ ഡോസിൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് തരുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ നമുക്ക് ഏകദേശം ഒരു 70 മില്ലിഗ്രാം LDL വാല്യൂ അല്ലെങ്കിൽ ലെസ് ദാൻ 100, ഇപ്പോഴത്തെ റെക്കമെൻഡേഷനിൽ 70 മില്ലിഗ്രാമിൽ കീപ്പ് ചെയ്യണം. LDL എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോളിൻ്റെ ഘടകം. പക്ഷേ ചിലവർക്കത് ചിലപ്പം ഈ പറഞ്ഞ പോലെ 50 ഒക്കെ ആയിട്ട് വരുമെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഗുളികൾ നിർത്താറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്ലാക്ക് എന്ന് പറയുന്ന സംഭവമാണ്, അത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് രക്തക്കൊള്ളിൻ്റെ മറ്റു ഭാഗത്തും ഉണ്ടാകാം. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും നിയന്ത്രിക്കാൻ വേണ്ടി ആൻറ്റി കൊളസ്ട്രോൾ മെഡിസിൻസ്, കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസ് കൊടുക്കേണ്ട ആവശ്യമാണ്. സർ, നമ്മളിപ്പം സ്റ്റെൻറ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു രോഗിക്ക് എത്ര സ്റ്റെൻറ്റ് വരെ ഇടാൻ പറ്റും? ആക്ച്വലി നമ്മൾ ബ്ലോക്കിൻ്റെ പൊസിഷൻ അനുസരിച്ചും അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ലെങ്ത് അനുസരിച്ചും ഒക്കെ സ്റ്റെൻറ്റിൻ്റെ നമ്പറിൽ വ്യത്യാസം വരാം. ഇപ്പോൾ നല്ല നീളത്തിലുള്ള സ്റ്റെൻറ്റാണ്, ബ്ലോക്കാണ് എങ്കിൽ നമുക്ക് ഒരു സ്റ്റെൻറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു 70 മില്ലിമീറ്റർ ലെങ്ത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചു, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 40, 48, 50 മില്ലിമീറ്റർ സ്റ്റെൻറ്റ് യൂഷ്വലി ഇപ്പോൾ നമുക്ക് 60 മില്ലിമീറ്റർ വരെ കിട്ടുന്നുണ്ട്. ജനറലി നമുക്ക് മിക്ക സ്റ്റെൻറ്റുകളും 48 ഇൻ്റർനാഷണൽ സ്റ്റെൻറ്റ്, അല്ലെങ്കിൽ ചില സ്റ്റെൻറ്റ് ഇന്ത്യൻ സ്റ്റെൻറ്റ് 60 ഒക്കെ മില്ലിമീറ്റർ അവൈലബിൾ ആണ്, ടേപ്പറിംഗ് സ്റ്റെൻറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെൻറ്റ് മതിയാവാതെ വരും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇപ്പം രക്തക്കൊള്ളിൽ ടേപ്പറിംഗ് ആണല്ലോ, അതായത് തുടക്കത്തിൽ വീതി കൂടും, അങ്ങോട്ട് പോകുന്നൊരു വേര് പോലെ പോകാം. അപ്പം നമ്മൾ അറ്റത്തിട്ടുന്ന അതേ സൈസുള്ള സ്റ്റെൻറ്റ് തുടക്കത്തിലിട്ടാൽ ശരിയാവില്ല. അപ്പോൾ സൈസ് നോക്കിയിട്ട് നമുക്ക് സ്റ്റെൻറ്റ് അറ്റത്തിടുന്ന ചെറിയ സ്റ്റെൻറ്റും ഇപ്പുറത്തിടുന്ന കുറച്ച് വലുതുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം. ഈ 45 അതായത് ഈ ലെങ്ത് പറഞ്ഞല്ലോ ഇപ്പോൾ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജും എൻഡിങ്ങിലും ഈ ലെങ്ത്തിലെ വ്യത്യാസം കിട്ടും. അപ്പോൾ കിട്ടും. അത് സ്റ്റെൻറ്റ് വരുന്നത് ഓരോ ഇതിലാണ്, അതായത് പിന്നെ ഡിഫറെൻറ്റ് ഡയമീറ്ററിൽ വരും. ഏറ്റവും ചുരുങ്ങിയത് 2.25 ഡയമീറ്റർ, നമുക്ക് 4.5. അതായത് 2.2 പിന്നെ ഡയമീറ്ററിൽ വരുന്ന സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആ ലെങ്ത് 2.2 ആയിരിക്കും. അല്ല സാർ ഇപ്പം പറഞ്ഞ പോലെ ഒരു പിന്നെ രക്തക്കുഴലിന്റെ വീതിയിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഓവർലാപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ സാധാരണ ഒരു പൈപ്പ് പ്ലംബിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു വലിയ ഏരിയയിലെ വലിയ പൈപ്പ് ഉപയോഗിക്കണ്ടെങ്കിൽ മറ്റേ പൈപ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിൽ കയറ്റി മറ്റേ വെക്കില്ലേ, അങ്ങനെ ഒന്നിൻ്റെ ഒരു സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ കയറ്റി ആദ്യം അറ്റത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത സ്റ്റെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും. അതങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം നമ്മൾ ഡിസ്റ്റലി ചെയ്തിട്ട് പിന്നെ പ്രോക്സിമിൽ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റെൻറ്റ് ആദ്യത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട്. അതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ ബലൂൺ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡയമീറ്റർ എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല സാർ. അത് അല്ലാതെ ഡയമീറ്റർ ഒരു സ്റ്റെൻറ്റിന് നമുക്ക് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം 3 മില്ലിമീറ്റർ സ്റ്റെൻറ്റ് ആണെങ്കിലും ചിലപ്പം 3.5 വരെയൊക്കെ പോകാം, ചില സ്റ്റെൻറ്റ് 3.75 വരെ പോകാം. അപ്പോൾ നമ്മളൊരു അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഡിജിറ്റൽ ഡയമീറ്റർ നോക്കിയിട്ടാണ് സ്റ്റെൻറ്റ് എടുക്കുക. അറ്റത്തുള്ള എത്രയാണോ സൈസ് അതിനനുസരിച്ച് നമ്മൾ അതേ സ്റ്റെൻറ്റിന് ഇപ്പോൾ ഒരു ലോങ് സ്റ്റെൻറ്റ് എടുത്തെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ഡയമീറ്റർ കുറവാണ്, ഇപ്പുറത്തെ അറ്റത്ത് ഡയമീറ്റർ കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ അറ്റത്തുള്ള ഡയമീറ്റർ കണക്കായിട്ടുള്ള സ്റ്റെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തുടക്കത്തിൽ നമ്മൾ ഇതിനെ കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും. ഇതിന് റേഞ്ച് കുറച്ച് കൂടുതലാണ് സ്റ്റെൻറ്റിന്. അപ്പം അങ്ങനെ സ്റ്റെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി, അപ്പോൾ ഒറ്റ സ്റ്റെൻറ്റ് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പലതരത്തിലുള്ള സ്റ്റെൻറ്റ് ഉണ്ട്. ഡയമീറ്റർ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ നമ്പർഡായിട്ട് ഡയമീറ്റർ വരുന്നുണ്ട്. ഇപ്പോൾ 3 എന്ന് പറയുന്നത് 3 mm ഡയമീറ്ററുള്ള സ്റ്റെൻറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു 3.5 ഒക്കെ ആയിട്ട് സേഫ്ലി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ അങ്ങനെയാണ് സാർ, ഇത്രയും ലെങ്ത്തിൽ സ്റ്റെൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ബൈപ്പാസിലേക്ക് പോകുന്നതിൻ്റെ സാധ്യത എന്താണ്? ബൈപ്പാസ് നമ്മളിപ്പം കൂടുതൽ സ്റ്റെൻറ്റ് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ ബൈപ്പാസ് റെക്കമെൻഡ്, ഇപ്പം 3 സ്റ്റെൻറ്റിൽ കൂടുതലൊക്കെ വേണ്ടി വരുന്ന അസുഖമുള്ള ഒരാളാണെങ്കിൽ ബൈപ്പാസ് റെക്കമെൻഡ് ചെയ്യും. പിന്നെ സ്റ്റെൻറ്റിൻ്റെ നീളം കൂടുന്തോറും
അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ കുറയും തോറും രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇപ്പോൾ ലോങ് സ്റ്റെൻറ്റ് ഉപയോഗിക്കേണ്ട കേസുകൾ പൊതുവെ നമ്മൾ ബൈപ്പാസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പം മെയിൻ രക്തക്കൊല ജംഗ്ഷൻ 2 സ്റ്റെൻറ്റ് ജോയിൻ ചെയ്യേണ്ട കേസുകളുണ്ടാവും. കുറച്ചും കൂടി കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിയാണ്. അപ്പം ഒരു മെയിൻ രക്തക്കൊള്ള 2 ഉണ്ട്. ഈ 2 സ്റ്റെൻറ്റും മെയിൻ രക്തക്കൊള്ളിലേക്ക് വന്ന് അവിടെ ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ബൈപ്പാസിലേക്ക് അപ്പം അത് നോക്കിയിട്ടുണ്ട്. നേരെ കുറച്ച് സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ബൈപ്പാസ് വേണ്ട, എനിക്ക് ഇത് നെഞ്ച് തുറക്കുന്നതിനോട് താല്പര്യമില്ല, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മതി എന്നാണെങ്കിൽ അവരുടെ കൺസൾട്ടിൽ നമുക്ക് ഇതേ പേഷ്യനെ തന്നെ ബൈപ്പാസിന് പോകുന്ന അതേ പേഷ്യനെ തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് എടുക്കാൻ പറ്റും. ആൻജിയോപ്ലാസ്റ്റി കോംപ്ലക്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടെക്നിക്സ് ഒരുപാടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ബൈപ്പാസിലേക്ക് വിടുന്നത്, പേഷ്യന്റ് ബെനിഫിറ്റ് അവർ ഓപ്ഷൻസിലേക്ക് പോകുന്നുണ്ട്. സി സർ, നമ്മൾ സ്റ്റെൻലെസ് പിന്നെ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നില്ലേ, അതെന്താണ്? സ്റ്റെൻലെസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഇപ്പം സ്റ്റെൻറ്റ് ഏകദേശം 1990-കളിലൊക്കെയാണ് നമുക്ക് മരുന്ന് പുരട്ടാത്ത സ്റ്റെൻറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനു മുമ്പ് സാധാരണ ബലൂൺ വെച്ചിട്ട് നമ്മൾ ഈ ബ്ലോക്ക് മാറ്റി ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ അതിന് വീണ്ടും അത് ചുരുങ്ങി പോകുന്ന അവസ്ഥ കൂടുതലായിരുന്നു. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സ്റ്റെൻറ്റ് വന്നപ്പോൾ കുറച്ചും കൂടി നമ്മൾ ബെറ്റർ പൊസിഷനിലായി, കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ തുടങ്ങി. സ്റ്റെൻലെസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്റ്റെൻറ്റ് ഉണ്ടാവില്ല. പക്ഷെ അത് എവിടെയാണ് ചെയ്യുക, എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില ഏരിയ ഇപ്പം നാരോ ബ്ലഡ് വെസലാണ്, വളരെ ചെറിയ രക്തക്കുറവാണ്, ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, വളരെ ചെറിയ ഏരിയയിൽ സ്റ്റെൻറ്റ് വെക്കാതെ നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഈ ബലൂൺസ് ഉപയോഗിക്കും. അതായത് സാധാരണ ബലൂണിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് എലൂട്ടിങ് ബലൂൺസ് ഉണ്ടാവും. ബലൂണിൻ്റെ മുകളിൽ ഇപ്പോൾ സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മരുന്ന് പുരട്ടി സ്റ്റെൻറ്റ് വരുന്ന പോലെ തന്നെ ബലൂണിൻ്റെ പുറമേ കോട്ട് ചെയ്തിട്ടുള്ള ബലൂൺസ് ഉണ്ട്. അതായത് സ്റ്റെൻറ്റിൽ ഉപയോഗിക്കുന്ന അതേ മരുന്ന് തന്നെ നമ്മൾ ബലൂണിൻ്റെ പുറമേ കോട്ട് ചെയ്യും. ആ കോട്ടയ സ്റ്റെൻറ്റ് വരുന്നത്, അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി, നമ്മൾ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ബ്ലോക്ക് ഒന്ന് നിവർത്തിയെടുക്കുക, അതിനൊന്ന് പാകപ്പെടുത്തുക, എന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഡ്രഗ് എലൂട്ടിങ് ബലൂൺ അവിടെ കൊണ്ടുവെക്കുന്നു. ആ ഡ്രഗ് എലൂട്ടിങ് ബലൂൺ നമ്മൾ കുറച്ച് സമയം അവിടെ, കൂടുതൽ സമയം അവിടെ അത് കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കുന്നു. അതിനുശേഷം ബലൂൺ എടുക്കുന്നു. അപ്പം ആ മരുന്ന് അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. അതാണ് ഈ സ്റ്റെൻറ്റ് ഇല്ലാത്ത ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻലെസ് ആൻജിയോപ്ലാസ്റ്റി. പക്ഷേ ഒന്ന് ഓസ്റ്റിയൽ ലീഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു മെയിൻ രക്തക്കൊള്ളാണെങ്കിൽ അവിടെ അതിന് തുടക്കത്തിൽ അതിൻ്റെ ആ ദ്വാരത്തിൻ്റെ അവിടെ തന്നെയാണ് ബ്ലോക്ക്, നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരും. അതാണ് സ്റ്റെൻലെസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെൻറ്റ് ഇല്ല, പക്ഷെ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. സി സർ, നമ്മുടെ ഇപ്പോൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകൾ പറയാ പിന്നീട് അവർക്ക് വീണ്ടും ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതെ, അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. അതായത് നമ്മളിപ്പം ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് 3rd ജനറേഷൻ സ്റ്റെൻറ്റാണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ ഒരു 2000-ലൊക്കെ വന്നു, അതിനുശേഷം 2nd ജനറേഷൻ, 3rd ജനറേഷൻ. അപ്പോൾ അതിലെന്താ വ്യത്യാസം വരുന്നത് വെച്ചാൽ നമുക്ക് ആ ഈ ഓരോ സ്റ്റെൻറ്റിൻ്റെയും, ഈ സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്യൂബാണെങ്കിൽ അതിനെക്കുറിച്ച് ഇതുപോലെ ഉണ്ടാവും, നമ്മൾ ഈ വയേഴ്സ് പോലെ ഉണ്ടാവും, മെറ്റാലിക് വയേഴ്സ് പോലെ. അങ്ങനെ അല്ലാണ്ട് ഒരൊറ്റ ട്യൂബല്ല, നമ്മൾ PVC പൈപ്പ് പോലെ ഒരു ഫുൾ ട്യൂബല്ല, ഇത് നെറ്റ്വർക്ക് പോലെയാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് പിന്നെ സ്ട്രട്ട് എന്ന് പറയും നമ്മൾ, അതായത് ഇതൊരു സ്ട്രട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മരുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്ട്രട്ടിൻ്റെ ഡയമീറ്റർ കൂടും, അതായത് തിക്നെസ് കൂടുമ്പോൾ നമുക്ക് റീസിനോസിസ്, രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സെയിം പ്ലേസിൽ തന്നെ വരാനുള്ള സാധ്യത? അതെ, സെയിം പ്ലേസിൽ വരാം. സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഈ ജനറേഷൻസ് നന്നാവുന്നത്, അതായത് ഫസ്റ്റ് ജനറേഷനും 3rd ജനറേഷൻ എത്തുമ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നാമത് ഈ സ്ട്രട്ടിൻ്റെ സൈസ് കുറഞ്ഞു, മരുന്നിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി, ടെക്നോളജി കുറച്ചും കൂടി നന്നായി. പിന്നെ ഇത് നമുക്ക് എത്ര ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ ഡെലിവറബിലിറ്റി എന്ന് പറയും. ഇപ്പോൾ കുറച്ച് ടഫായിട്ട് ലീഷൻ ഉണ്ട്, കാൽഷ്യം അടിഞ്ഞുകൂടിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വെക്കാൻ പഴയ സ്റ്റെൻറ്റിനേക്കാളും പുതിയ സ്റ്റെൻറ്റാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു. എന്നാലും നമുക്ക് ഇപ്പോഴും ഒരു 5 മുതൽ 10% വരെ കേസുകളിൽ രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വരാം. അതെ, അതായത് നമ്മൾ മുമ്പത്തെ അവസ്ഥയിലും ബെറ്ററാണ്, പക്ഷേ നമ്മളുടെ മരുന്നുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പം മരുന്നുകൾ ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ബ്ലോക്ക്, 2 തരത്തിൽ ബ്ലോക്ക് വരാൻ, പെട്ടെന്ന് ബ്ലോക്ക് ആവും, ബ്ലഡ് ക്ലോട്ട് ആയിട്ട്. അല്ലെങ്കിൽ കാലക്രമേണ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലോ 2 വർഷം കഴിഞ്ഞാലോ ഒക്കെ ബ്ലോക്ക് വരാം. ഒരു വർഷത്തിന് ചിലപ്പോൾ 2 മുതൽ 4% വരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നോർമൽ ഇതുപോലുള്ള ബ്ലോക്ക് വരാതിരിക്കാൻ സാറ് നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതശൈലിയാണ് ഇതിൻ്റെ ഒരു പ്രേരക ഘടകമായിട്ട് വരുന്നത്. നമ്മുടെ ജീവിതശൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നത് അസുഖം വന്നതിന് ശേഷമാണ് ആൾക്കാർ ശ്രദ്ധിക്കാറ്. പക്ഷെ നമ്മൾ ശൈലി നേരത്തെ കൊണ്ടുവരണം.
നമ്മൾ എത്ര അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയും. അപ്പോൾ എത്ര ലേറ്റായിട്ട് നമുക്ക് ഷുഗർ വരാൻ പറ്റും, അല്ലെങ്കിൽ BP എത്ര ലേറ്റായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളത് ഇതിനെ ഒരുപാട് എന്താ പറയുക എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ചില ഘടകങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരുന്നത് ലേഡീസിനേക്കാളും കൂടുതൽ ജെൻസിനാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഏജ് കൂടുന്നു, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ, നമ്മളിപ്പം പുകവലി, അത് ദൂഷ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഷുഗർ ഉണ്ടെങ്കിൽ അത് മാക്സിമം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം. പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ. നമുക്കൊരു വ്യായാമം ചെയ്യാനുള്ള ഒരു എത്ര ഇപ്പം പൊതുവേ നമ്മുടെ ലൈഫ് ഭയങ്കര ബിസിയാണ്. ഏത് ജോലിയാണെങ്കിലും വ്യായാമത്തെ കുറിച്ച് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അറിയാം. ചിലവർ രാവിലെ അതിരാവിലെ എണീറ്റ് ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ടാവും, ചിലവർ വളരെ മോഡറേറ്റ് വാക്കിംഗ് ഉണ്ടാവും, ചിലവർ 1 മണിക്കൂറിലധികം നടക്കണം, അല്ലെങ്കിൽ ഓടണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം. ഇതിൽ ഒരു സാധാരണ ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് സാർ ഏറ്റവും ബെസ്റ്റ്? ഇപ്പം നമ്മൾ വ്യായാമം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കുറച്ച് ഫാസ്റ്റായിട്ട് വരണം. അതായത് നമ്മുടെ ഏജിനനുസരിച്ചുള്ളൊരു ഹാർട്ടിൻ്റെ ഇടിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ നടക്കണം. അപ്പോൾ നടക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ച് നടന്നിട്ട് മെല്ലെ മെല്ലെ, പിന്നെ കുറച്ചും കൂടി ലാസ്റ്റ് മിനിറ്റിൽ ഒരു 10 മിനിറ്റ് സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു 40-45 മിനിറ്റ്സ് പെർ ഡേ ഒരു ഡെയിലി ചെയ്യണമെന്നില്ലെങ്കിലും മിനിമം ഒരു 150 മിനിറ്റ്സ്, പിന്നെ വീക്ക് ആഴ്ചയിൽ 3-4 പ്രാവശ്യം ആ ഒരു രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. സാർ, ഇപ്പോൾ ഈ ജിംനേഷ്യത്തിൽ പോകുന്ന ഒരു ട്രെൻഡ് പൊതുവെ എല്ലാ ഏജ് ഫാക്ടറിലും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഈ ട്രെഡ്മിൽ യൂസ് ചെയ്യാറുണ്ട്. അവിടെയും അവർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എബോവ് 50 വരെ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവർ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഹൈ സ്പീഡ് എന്നൊക്കെ പോകുന്നത്. ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഏജ് കൂടുന്തോറും നമുക്ക് ചില മോഡറേറ്റ് സ്പീഡ് ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഏജ് വെച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40-യിലാണെങ്കിൽ ഇപ്പം ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇന്നൊരു മോഡറേറ്റിൽ ഇതിൽ ചെയ്യണമെന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല, നമ്മളിപ്പം സാധാരണ ഏത് എക്സസൈസും നമ്മളുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മാക്സിമം ആണെങ്കിൽ അപ്പുറത്തേക്ക് ചെയ്യാൻ, അതായത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസ് വേണ്ട, വിത്തിൻ ഫിസിയോളജിക്കൽ ലിമിറ്റ് എന്ന് പറയും. ഇപ്പം നിങ്ങളിപ്പം അതായത് ഒരു 30 വയസ്സുള്ള ഒരാൾ ചെയ്യുന്ന എക്സസൈസ് ഒരു 65-70 വയസ്സുള്ളൊക്കെ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ഫിസിയോളജിക്കൽ ലിമിറ്റ് ഉണ്ട്. ഇപ്പം 30 വയസ്സ് തന്നെ നമ്മൾ ഒരാളെടുക്കുകയാണ്, അയാൾ ചെയ്യുന്ന എക്സസൈസ് 30 വയസ്സുള്ള മറ്റേക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. അതാണ് നമ്മുടെ ആ ഒരു ബോഡിയുടെ ട്രെയിനിങ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ വരാത്ത രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇപ്പം ട്രെഡ്മില്ലാണെങ്കിലും ഏജ് ആകുമ്പം ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ നീ ജോയിൻറ്റ് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മിനിമം സാധാരണ നടക്കുന്ന പോലെ അധികം ട്രെഡ്മിൽ സ്ലാൻഡിങ് ഉണ്ടല്ലോ, എന്താ പറയുക, ഇൻക്ലിനേഷൻ കൂട്ടാതെ ഒരു കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് സാവധാനത്തിൽ നടക്കുന്ന തെറ്റില്ല. നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ നടക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മൾ പൊതുവെ നടത്തം മാത്രം പോരാ, ശരിക്കും നമുക്ക് റെസിസ്റ്റൻസ് എക്സസൈസ് വേണം. അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പം അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മളുടെ പൊതുവെയുള്ള ഏജ് ആകുമ്പോൾ ഒരു പ്രോബ്ലം മസിൽ മാസ് കുറഞ്ഞു വരും. പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി. അതായത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ മാത്രം, നമുക്ക് നടന്നു കഴിയുമ്പം ഹാർട്ടിന് നല്ലതാണ്, കുഴപ്പമില്ല, നമ്മൾ ലോവർ ബോഡി എക്സസൈസാണ്, പക്ഷേ അപ്പർ ബോഡിക്കും കൂടി നമ്മൾ എക്സസൈസ് കൊടുക്കണം. അപ്പോൾ അതിനൊരു ഒരു എന്താ പറയുക, കോംപ്രഹെൻസീവ് ആയിട്ടൊരു പ്രോട്ടോകോൾ വേണം. അപ്പോൾ ഒരു ട്രെയിനറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ചും കൂടി നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് പറ്റുന്ന എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മറ്റേ ആൾ അത്ര ചെയ്യുന്നുണ്ടെന്ന് വെച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രാജുവലായിട്ട് നമുക്ക് എന്താ പറയുക എക്സസൈസിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാം, അതിൻ്റെ കുറച്ചും കൂടി പിന്നെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടി അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ, ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു തെങ്ങ് ഏറ്റക്കാരന് അറ്റാക്ക് വന്ന് നിൽക്കുക, അയാളോട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ എവറി ഡേ ഹീസ് ഡൂയിങ് എക്സസൈസ്. അപ്പോൾ അയാൾക്ക് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ നിർത്താൻ പറയാം, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും ഒരേ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല, അത് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോസ്റ്റ്മാനും അറ്റാക്ക് വരാൻ പാടില്ലല്ലോ. പണ്ടത്തെ പോസ്റ്റ്മാനൊക്കെ നടന്ന് എല്ലായിടത്തും കൊടുക്കുന്ന ആളാണ്. ഡെയിലി ഹീസ് വാക്കിംഗ്, അവർക്കൊന്നും വരാൻ പാടില്ല. പക്ഷെ അവർ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അവർക്ക് റിസ്ക് ഫാക്ടർ മനസ്സിലായില്ല. അവർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർ റിസ്ക് ഫാക്ടറായി. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും ഒരു സൂപ്പർവിഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച കാരണം റാസ്റ്റൻ മിസ്സിൽ ഡോക്ടർ ബിനു സാറിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി, അതിൻ്റെ പ്രൊസീജിയർ, നമുക്ക് സാധാരണ വരുന്ന ബ്ലോക്ക്, അതിൻ്റെ കാരണങ്ങൾ, ഇനി ബ്ലോക്ക് വന്ന ആളുകൾക്ക് അത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ജീവിതശൈലി നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, സാധാരണ ഓരോ ഏജ് അല്ലെങ്കിൽ വ്യത്യസ്ത ഏജിലുള്ള ആളുകൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഈ വിഷയമൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ച് എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമസ്കാരം.